ബേദാംബർ നബി തൻ്റെ പൂമകൾ ഫാത്തിമ, ബീബി ഖദീജ തൻ കൺമണി ഫാത്തിമ. ബേദാംബർ നബി തൻ്റെ പൂമകൾ ഫാത്തിമ, ബീബി ഖദീജ തൻ കൺമണി ഫാത്തിമ. കുട്ടിപ്പരുവത്തിൽ വീരപ്പൊലിയാറ് തിട്ടമായി കണ്ട് ഭയന്ന ബി ഫാത്തിമ. കുട്ടിപ്പരുവത്തിൽ വീരപ്പൊലിയാറ് തിട്ടമായി കണ്ട് ഭയന്ന ബി ഫാത്തിമ. ബേദാംബർ നബി തൻ്റെ പൂമകൾ ഫാത്തിമ, ബീബി ഖദീജ തൻ കൺമണി ഫാത്തിമ. എട്ടിൽ സിറാജൊളി ലംഘി പ്രകാശിക്കും വട്ടക്കമറാൽ തെളിവൊത്ത ഫാത്തിമ. പാരിതിൽ വനിതകൾ ഉത്തമി ഫാത്തിമ, പാരം വ്യസനമേറെ സഹിച്ചൊരു ഫാത്തിമ. എട്ടിൽ സിറാജൊളി ലംഘി പ്രകാശിക്കും വട്ടക്കമറാൽ തെളിവൊത്ത ഫാത്തിമ. പാരിതിൽ വനിതകൾ ഉത്തമി ഫാത്തിമ, പാരം വ്യസനമേറെ സഹിച്ചൊരു ഫാത്തിമ. ബേദാംബർ നബി തൻ്റെ പൂമകൾ ഫാത്തിമ, ബീബി ഖദീജ തൻ കൺമണി ഫാത്തിമ. അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു നമ്മുടെ പഴയ ചോറും കറിയൊക്കെ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു മാസമായിട്ട് ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അങ്ങനെ അതൊക്കെ വീണ്ടും ചാലുമായിട്ടുണ്ട് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല. എന്തോ പോലെ ഉണ്ട്. നോമ്പ് കഴിഞ്ഞിട്ടൊരു സന്തോഷമൊക്കെ പോയതുപോലെ. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നല്ല നോമ്പ് തുറ ഉണ്ടാക്കലും ജ്യൂസ് അടിക്കലും എല്ലാം ആയിട്ടൊരു പോരിശയാണല്ലോ നോമ്പിലെ എല്ലാവർക്കും തന്നെ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ എനിക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടില്ല. കാരണം പെരുന്നാൾ നിസ്കാരമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പെരുന്നാൾ നിസ്കാരം ആണുങ്ങന്മാർക്കുണ്ട്, പെണ്ണുങ്ങൾക്കൊന്നുമില്ല. സാധാരണ ഞങ്ങളൊക്കെ പോയി എല്ലാവരെയും കൂടെ പെരുന്നാൾ നിസ്കാരമൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു. അതൊന്നും ഇല്ലായിട്ടൊരു സന്തോഷമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെരുന്നാൾ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആണ്. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് മോളെയും കൊണ്ടുവരാൻ പറ്റിയില്ല, യുദ്ധം കാരണം. അല്ലെങ്കിൽ അവളെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു, അതും പറ്റിയില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകണം, അതിനും പറ്റിയില്ല. ഇനി എന്നാണ് പറ്റാമെന്നൊന്നും അറിയില്ല. പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ടിക്കറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അത് കുറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറാനും ഇപ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇതുവരെയുള്ള പോലെയല്ല, നല്ല പേടിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്. യുദ്ധം തീരാതെ പോയാൽ എന്താവും പഠിച്ചവനിക്കറിയാം. അങ്ങോട്ട് എത്തുമോ ഇല്ല ഒന്നും അറിയില്ല. അള്ളാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. എനിക്ക് എന്നല്ല എല്ലാവർക്കും പേടിയുണ്ട്. കുറേ എൻ്റെ കൂട്ടുകാരൊക്കെ കുറേ പോകാൻ നിൽക്കുന്നുണ്ട്. ഓലെല്ലാം പറയുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാകുന്നുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ പോകാൻ നല്ല പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചെയ്യാൻ, ഈ യുദ്ധം എന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. എങ്ങനെയും സാധനത്തിനും വില കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ചോറെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ പുറത്ത് പോവുകയാണ് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ലുലുവിലും നെസ്റ്റോയിലും ഒക്കെ പോയി. നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ സാധനമൊക്കെ തീർന്ന് അങ്ങനെയെല്ലാം മൊത്തത്തിലൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് നാട്ടിലേക്ക് പോകും. മോൾക്ക് എക്സാം കഴിയാൻ പോവാണ് 31-ാം തീയതി. അപ്പോഴത്തേക്ക് നാട്ടിലെത്തണം. മോൾക്ക് വേറെ ആരുമില്ല. എൻ്റെ അടുത്ത അനിയത്തിമാരൊക്കെ ഷാർജയിലാണ്, ഞാനും ഒക്കെയാണെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ അവൾ ക്ലാസ് ഇതുവരെ ഹോസ്റ്റലിലാണ്. ഇനി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.